ഉള്ളവരെ ഏകദേശം ഒരേ സമയത്ത് പാർട്ടി മാറിയ രണ്ട് വ്യക്തിത്വങ്ങളാണ് സരിനും സന്ദീപും. ഒരേ സമയമെന്ന് തന്നെ പറയാം. കാരണം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ആ ദിവസങ്ങളിലാണ് രണ്ടുപേരുടെയും പ്രസ്ഥാന മാറ്റം ഉണ്ടാകുന്നത്. രണ്ടുപേരും കടുത്ത വിമർശനം നടത്തിക്കൊണ്ടിരുന്ന പ്രസ്ഥാനത്തിലേക്കാണ് അവർ പോകുന്നത്. നമുക്ക് എന്തൊക്കെ ആദർശപരമായ കാര്യങ്ങൾ പറഞ്ഞാലും പിന്നിൽ അവരുടെ രാഷ്ട്രീയ മോഹങ്ങൾ ഉണ്ട് എന്നത് സത്യമാണ്. കാരണം അത് സ്വാഭാവികമാണ്. കാരണം അവർ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നത് സ്ഥാനമാനങ്ങൾ നേടാനാണ്. ഒരുപക്ഷെ ആ സ്ഥാനമാനങ്ങളുടെ രാഷ്ട്രത്തെ, ജനങ്ങളെയൊക്കെ സേവിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ രാഷ്ട്രീയ മാറ്റത്തെ നമ്മൾ എതിർക്കുന്നില്ല, ക്രിട്ടിസൈസ് ചെയ്യുന്നില്ല. പക്ഷേ ഇന്നലെ വരെ പറഞ്ഞ കാര്യങ്ങൾ അവർ അപ്പടി വിഴുങ്ങി മറ്റൊരു പ്രസ്ഥാനത്തിന്റെ ഭാഗമാവുകയായിരുന്നു. സരിൻ എന്ന് പറയുന്ന വ്യക്തിയാണെങ്കിൽ അദ്ദേഹം മീഡിയ സെൽ കൺവീനർ ആയിരുന്നു കോൺഗ്രസിന്റെ. അപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ വളരെ വലിയ അമർഷവും വിമർശനവും ഒക്കെ ചൊരിഞ്ഞ പിണറായി വിജയൻ തന്നെയാണ് അദ്ദേഹത്തെ പാലക്കാട് കൈപിടിച്ചുയർത്തി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത്. തിരിച്ച് സന്ദീപ് വാര്യരുടെ കാര്യം പറഞ്ഞാലും ഇങ്ങനെ തന്നെയാണ്. അദ്ദേഹം ഇടയ്ക്ക് ഗാന്ധി വധത്തെയൊക്കെ ന്യായീകരിക്കുന്ന രീതിയിൽ പരാമർശം നടത്തിയെന്ന വിവാദങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ രണ്ടുപേരുടെയും രാഷ്ട്രീയ മാറ്റത്തോടനുബന്ധിച്ച് അവരുടെ വ്യക്തിജീവിതത്തിലും വലിയ മാറ്റങ്ങൾ ഉണ്ടായി എന്നത് വലിയ യാഥാർത്ഥ്യമാണ്. സന്ദീപ് വാര്യർ ആഘോഷിക്കപ്പെടുമ്പോൾ, സ്വീകരിക്കപ്പെടുമ്പോൾ സരിൻ ഉപേക്ഷിക്കപ്പെടുകയാണ് എന്നത് വസ്തുതയാണ്. കാരണം സരിനെ സംബന്ധിച്ച് സരിന് രാഷ്ട്രീയത്തിൽ ഒരുപാട് ഭാവി ഉണ്ടായിരുന്ന ആളാണ്. അദ്ദേഹം ഐ എ എസ് ഉപേക്ഷിച്ചു വന്നത് ഒരിക്കലും ഒരു ഉദ്യോഗസ്ഥനാകാനായിരുന്നില്ല. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിൽ ഒരുപാട് ഭാവി ഉണ്ടായിരുന്നു. കാരണം അദ്ദേഹത്തിന്റെ മുൻഗാമികൾ, ഒരുപക്ഷെ മുൻ കേന്ദ്രമന്ത്രി കൃഷ്ണകുമാറോ അല്ലെങ്കിൽ അതുപോലെ ശശി തരൂറിനെ ഒക്കെ പോലെ ഉദ്യോഗ തലങ്ങളിൽ ഉയർന്ന റാങ്ക് ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ഉയർന്ന തലങ്ങളിൽ നിന്ന് ആളുകൾ രാഷ്ട്ര സേവനം നടത്തുന്നത് കണ്ട് അതിൽ നിന്ന് പ്രയോജനം ഉൾക്കൊണ്ടായിരിക്കാം ഒരുപക്ഷെ സരിൻ കോൺഗ്രസിലെത്തിയത്. പക്ഷെ സരിനെ സംബന്ധിച്ച് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ കാലുമാറ്റം അദ്ദേഹത്തെ സംബന്ധിച്ച് നഷ്ടമായിരുന്നു. അദ്ദേഹം ഉപേക്ഷിക്കപ്പെടുകയാണ് എന്നാണ് വ്യക്തമാകുന്നത്. ഒരുപക്ഷെ അദ്ദേഹത്തിന് ഇലക്ഷന്റെ പരാജയത്തിന് ശേഷം അദ്ദേഹത്തിന് 1,00,000-ലധികം സാലറി കിട്ടുന്ന ഒരു തസ്തികയിലേക്ക് CPM അദ്ദേഹത്തെ നിയോഗിച്ചിട്ടുണ്ടാകാം. പക്ഷെ അതായിരുന്നില്ല അദ്ദേഹത്തിന്റെ ലക്ഷ്യം. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിൽ ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. അത് ജനപ്രതിനിധിയാകുക എന്നതായിരുന്നു, മന്ത്രിയാകുക എന്നതായിരുന്നു, ഒരുപക്ഷെ അതിലൂടെ രാഷ്ട്രത്തെ, ജനങ്ങളെ സേവിക്കുക എന്നായിരുന്നു. ഒരുപക്ഷെ അതിൽ ഇനി എത്രത്തോളം CPM നിന്ന് കഴിയും എന്ന കാര്യത്തിലൊക്കെ വലിയ സംശയമാണ്. കാരണം CPM വലിയ ശക്തിയുള്ള ഒരു ജില്ലയാണ് പാലക്കാട്. ഒന്നോ രണ്ടോ മണ്ഡലങ്ങളിൽ മാത്രമാണ് പാലക്കാട് കോൺഗ്രസിന്റെ വിജയമുള്ളത്. അതിൽ ഒന്ന് പാലക്കാട് നിയോജക മണ്ഡലമാണ്. അവിടെ ഇനി സരിനെ പരിഗണിക്കപ്പെടുവാൻ സാധ്യതയില്ല. പരിഗണിച്ചാൽ തന്നെ അത് സരിൻ ചെയ്യുന്ന ആത്മഹത്യാപരമായ കാര്യമാണ്. ഒരിക്കൽ കൂടി മൂന്നാം സ്ഥാനത്ത് വരിക എന്നത് സരിന്റെ രാഷ്ട്രീയ ജീവിതത്തിന്റെ കൂമ്പടഞ്ഞു പോകുന്നു എന്ന് പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ അന്ത്യം തന്നെ സംഭവിക്കും. മറ്റൊരു മണ്ഡലത്തിൽ അദ്ദേഹത്തെ ഇപ്പോൾ സ്ഥാനാർത്ഥിയാക്കി നിർത്തുവാനുള്ള സാധ്യതയുമില്ല. അദ്ദേഹത്തെ ഇങ്ങനെ ഒരു ഉദ്യോഗ തലത്തിൽ തന്നെ നിർത്തിക്കൊണ്ട് CPM അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവിയെ അവതാളത്തിലാക്കിയേക്കാം എന്ന് തന്നെയാണ് എൻ്റെ നിഗമനം. കാരണം അദ്ദേഹം സ്വപ്നം കണ്ട ഒരു രാഷ്ട്രീയ നേട്ടം CPMന്റെ ഭാഗമായി നിന്നുകൊണ്ട് അദ്ദേഹത്തിന് ഇനി സംഭവിക്കുക തരമില്ല. നേരത്തെ KP കുഞ്ഞഹമ്മദിനൊക്കെ CPM കൈരളിയിൽ ആളുകളെ കണ്ടുപിടിക്കുന്ന ജോലി കൊടുത്തതുപോലെ അദ്ദേഹത്തെ ഇവിടെ കൊണ്ടുവന്ന് CPM നിർത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി എത്രത്തോളം എന്ന രീതിയിൽ സംശയങ്ങൾ വരികയാണ്. മറുപക്ഷത്ത് സന്ദീപ് വാര്യർ അദ്ദേഹം ആഘോഷിക്കപ്പെടുക തന്നെയാണ് എന്ന് പറയാം. കാരണം സന്ദീപ് വാര്യർ അദ്ദേഹത്തിന്റെ രൂപവും ഭാവവും ഒക്കെ കാണുമ്പോൾ തന്നെ അദ്ദേഹം ഒരിക്കൽ സംഘപരിവാര പാളയത്തിൽ ഉണ്ടായിരുന്നത് പോലെയല്ല ഇപ്പോൾ അദ്ദേഹത്തിന്റെ രൂപവും ഭാവവും. സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ശരീരത്തിലും ഭാഷയിലും ഒക്കെ അദ്ദേഹത്തിന്റെ ഒരു വല്ലാത്ത ഒരു ആകർഷകത്വം തോന്നുന്ന രീതിയിലേക്ക് അദ്ദേഹത്തിന്റെ രൂപവും ഭാവവും ഒക്കെ മാറിയിട്ടുണ്ട്. അദ്ദേഹം തന്നെ വളരെ ഹാപ്പിയായി കാണപ്പെടുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി കൂടുതൽ ശോഭനമാകുന്നു എന്ന തിരിച്ചറിവായിരിക്കാം കോൺഗ്രസ് മിക്കവാറും അദ്ദേഹത്തെ വളരെ വിജയസാധ്യതയുള്ള ഒരു മണ്ഡലം, ഇപ്പോൾ ചർച്ച ചെയ്യുന്നതനുസരിച്ച് തൃശ്ശൂർ പോലെയുള്ള ഒരു മണ്ഡലത്തിലായിരിക്കാം നിയോഗിക്കുക. അവിടെ അദ്ദേഹത്തിന് വിജയസാധ്യത വളരെ കൂടുതലാണ്. പ്രത്യേകിച്ചും എതിരാളി വരുന്നത് പത്മജ വേണുഗോപാലാണെങ്കിൽ അവിടെ മത്സരം ഒരുപക്ഷെ CPIയും ഇടതുപക്ഷത്തെ CPIയും സന്ദീപ് വാര്യരും തമ്മിലായിരിക്കാം. കാരണം അവിടെ 2 പ്രാവശ്യം കോൺഗ്രസ് ടിക്കറ്റിൽ നിന്ന് പത്മജ വേണുഗോപാൽ പരാജയപ്പെട്ടു. ഒരു പ്രാവശ്യം കൂടി അവർ BJP ടിക്കറ്റിൽ വരുമ്പോൾ അത് വളരെ വലിയ നെഗറ്റീവായിട്ടൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കും. മാത്രമല്ല കോൺഗ്രസ്കാർക്ക് അവരോടുള്ള വിരോധം അത് വളരെ അധികമാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം അവരെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്ന കരുണാകരൻ്റെ മകൾ വളരെ അവരെ ഏറ്റവും കൂടുതൽ വെറുക്കപ്പെടുന്ന ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ ഭാഗമാകുന്നവരെ സംബന്ധിച്ച് സഹിക്കുവാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന്റെ വോട്ടുകളിലും വളരെയധികം ക്രോഡീകരിക്കപ്പെടും സന്ദീപ് വാര്യർക്ക് വേണ്ടി. മാത്രമല്ല സന്ദീപ് വാര്യരെ ഇഷ്ടപ്പെടുന്ന സംഘപരിവാര പ്രവർത്തകർ, കാരണം അദ്ദേഹം അവിടെ നിന്ന് അപമാനിതനായാണ് ഇറങ്ങിപ്പോയത് എന്ന് വിശ്വസിക്കുന്ന സംഘപരിവാര പ്രവർത്തകർ. മാത്രമല്ല ഞാൻ സന്ദീപ് വാര്യരുടെ രാഷ്ട്രീയ ചർച്ചകൾ ചാനലുകളിൽ കാണുമ്പോൾ തന്നെ അദ്ദേഹത്തോട് രാഷ്ട്രീയപരമായ അദ്ദേഹത്തിന്റെ പ്രത്യയശാസ്ത്രത്തോട് വിയോജിപ്പുണ്ടെങ്കിലും അദ്ദേഹത്തോട് എനിക്ക് ഒരു ഇഷ്ടവും സ്നേഹവും ഒക്കെ ഉണ്ടായിരുന്നു. അതിപ്പോൾ ഏത് പ്രത്യയശാസ്ത്രത്തെ വിശ്വസിക്കുന്ന ആളുകളായിരിക്കുക അദ്ദേഹം ചാനൽ ചർച്ചകൾ ഇടപെടുന്ന രീതിയോട് അല്ലെങ്കിൽ അദ്ദേഹം
വിമർശിക്കുന്ന കാര്യങ്ങളോടൊക്കെ നമുക്ക് വിയോജിപ്പുകളുണ്ടാകാമെങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡും അദ്ദേഹം ബി.ജെ.പി എന്ന പ്രസ്ഥാനത്തിന് ഒരു വലിയ വരദാനമാണെന്ന് നമ്മൾ വിശ്വസിച്ചു. ആ പ്രസ്ഥാനത്തോട് രാഷ്ട്രീയമായ എതിർപ്പുകൾ ഉണ്ടായെങ്കിൽ. കാരണം നമുക്കറിയാവുന്നതാണ് ബി.ജെ.പിയുടെ മിക്ക ആളുകളും രാഷ്ട്രീയ ചർച്ചകളിൽ ചാനലുകളിൽ വലിയ പരാജയമാണ്. ഗോപാലകൃഷ്ണന്റെ കാര്യമൊക്കെ എടുക്കുകയാണെങ്കിൽ അദ്ദേഹം ചാനൽ വന്ന് പറഞ്ഞത് ഒട്ടകത്തെ ദുബായിലും ഗൾഫ് രാജ്യങ്ങളിലൊന്നും മറക്കാറില്ല. കാരണം ഒട്ടകം ഗൾഫ് രാജ്യങ്ങളിലൊക്കെ വലിയ വിശുദ്ധമായ മൃഗമാണ് എന്നൊക്കെയാണ്. ഈ നമ്മുടെ നാട്ടിൽ ഈ പശു ഇറച്ചി അല്ലെങ്കിൽ ഈ ഇറച്ചി അറുക്കുന്നതുമായ വിവാദങ്ങൾ ഉണ്ടായപ്പോൾ ബീഫിന്റെ പേരിൽ ഉത്തരേന്ത്യയിലെ ആളുകളെയൊക്കെ തല്ലിക്കൊന്നപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കിടയിലാണ് അദ്ദേഹം ഇത് പറഞ്ഞത്. കാരണം അദ്ദേഹത്തിന് ഒട്ടകം ഗൾഫിൽ സാധാരണയായി കിട്ടുന്ന ഒരു ആഹാരമാണ്. എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും ഒട്ടക ഇറച്ചി കിട്ടുമെന്ന് പോലും അറിയില്ല. കാരണം അദ്ദേഹം പറയുന്നത് ഒട്ടകമൊക്കെ ഗൾഫിൽ അറുക്കാൻ പറ്റില്ല, അത് വലിയ കുറ്റമാണ്. അത്രത്തോളം മാത്രമാണ് അദ്ദേഹത്തിന്റെ പൊതുകാര്യത്തിലുള്ള അറിവ്. അത് ബി.ജെ.പിയുടെ വലിയ നേതാവാണ് ബി ഗോപാലകൃഷ്ണൻ. പിന്നെ ശോഭാ സുരേന്ദ്രനെ പറ്റി പറയുകയാണെങ്കിൽ അവർ കൺകറന്റ് ലിസ്റ്റ് എന്ന കുറേ കാര്യങ്ങളൊക്കെ വിഡിത്തം വിളിച്ച് പറഞ്ഞതാണ്. ഹിന്ദി ചർച്ച ചെയ്ത് പരാജയപ്പെട്ടതാണ്. അപ്പോൾ രാഷ്ട്രീയ ചർച്ചകൾ വലിയ പരാജയമായിരുന്ന ബി.ജെ.പിക്ക് ദൃശ്യമാധ്യമങ്ങളിലെ വലിയ പ്രതീക്ഷയായിരുന്നു സന്ദീപ് വാര്യർ. മാത്രമല്ല ഇപ്പോൾ ഒരുപാട് ശങ്കുട്ടി ദാസ് അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷേ ആദ്യകാലത്ത് ഉണ്ടായിരുന്ന ഒരാളായിരുന്നു സന്ദീപ് വാര്യർ. അവരെ ബി.ജെ.പി നശിപ്പിച്ചു കളഞ്ഞു എന്നത് വലിയ യാഥാർത്ഥ്യമാണ്. അത് കോൺഗ്രസ് വലിയൊരു ധനമായി സ്വീകരിക്കുകയും അദ്ദേഹത്തെ കൊണ്ടാടുകയും ചെയ്യുകയാണ്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലിനെയും ഒപ്പം ഷാഫി പറമ്പിലിനെയും ചാണ്ടി ഉമ്മനെയും ഒക്കെ പോലെ തന്നെ വലിയൊരു സ്പേസ് കോൺഗ്രസ് നേതാക്കന്മാരുടെ ഇടയിൽ, കോൺഗ്രസ് പ്രവർത്തകരുടെ ഇടയിൽ അദ്ദേഹത്തിന് കിട്ടുന്നുണ്ട്. അത് വലിയ യാഥാർത്ഥ്യമാണ്. പ്രത്യേകിച്ച് ഞാൻ അദ്ദേഹം ഗൾഫ് രാജ്യങ്ങൾ സന്ദർശിക്കുമ്പോഴൊക്കെ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ കാണാറുണ്ട്. അദ്ദേഹത്തെ കോൺഗ്രസ്സുകാർ മാത്രമല്ല ലീഗുകാരും വലിയ രീതിയിൽ തന്നെ ആഘോഷിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും KMCC ഒക്കെ ഗൾഫിൽ നടത്തുന്ന പ്രോഗ്രാമുകളുടെ ഒക്കെ ഒരു വലിയ ഡീറ്റെയിൽസ് നമുക്ക് ചാനലുകളിലും മറ്റും കാണാൻ കഴിയുമ്പോൾ അദ്ദേഹത്തോട് ഒരു ഇഷ്ടവും സ്നേഹവും ഒക്കെ അവർ പ്രകടിപ്പിക്കുന്നത് കാണുമ്പോൾ അദ്ദേഹം ആഘോഷിക്കപ്പെടുകയും സരിൻ ഉപേക്ഷിക്കപ്പെടുകയുമാണ് ചെയ്യുന്നത് എന്ന് തോന്നുന്നു. സരിൻ്റെ ഏറ്റവും തെറ്റായ തീരുമാനമായിരുന്നു. കാരണം അദ്ദേഹം കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ച മണ്ഡലത്തിൽ ഒറ്റപ്പാലത്ത് തന്നെ ഒരുപക്ഷെ മത്സരിച്ച് അവിടെ ഒരിക്കൽ കൂടി അദ്ദേഹം പരാജയപ്പെട്ടതിന് ശേഷം അവിടെ ദൃഢമായി നിന്ന് അവിടെ ഒരു മത്സരം കാഴ്ചവെക്കുവാൻ കഴിഞ്ഞുവെങ്കിൽ 2026 അദ്ദേഹത്തിന് തീർച്ചയായും വിജയിക്കുവാൻ കഴിയുമായിരുന്നു. അത് യാഥാർത്ഥ്യമാണ്. അദ്ദേഹം പാലക്കാടിൽ മത്സരിക്കുവാൻ എടുത്ത തീരുമാനം രാഷ്ട്രീയ ആത്മഹത്യ എന്ന് മാത്രമേ വിശേഷിപ്പിക്കാൻ കഴിയൂ. കാരണം അദ്ദേഹം തിരഞ്ഞെടുത്ത രാഷ്ട്രീയ പ്രസ്ഥാനം തെറ്റെന്ന് പറയില്ല. കാരണം CPM ഒരുപാട് യുവ നേതാക്കന്മാരെ ഒക്കെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവന്ന പ്രസ്ഥാനമാണ്. നമുക്കറിയാം പിന്നീട് അവരെ പ്രസ്ഥാനം വിട്ടുപോയ അബ്ദുള്ളക്കുട്ടി, അല്ലെങ്കിൽ 28ാമത്തെ വയസ്സിൽ MP ആയ ആളാണ് അത്ഭുതക്കുട്ടി. അതുപോലെ ആര്യ രാജേന്ദ്രൻ വളരെ ചെറിയ പ്രായത്തിൽ മേയറാണ്. ലോകത്തിലെ ഇപ്പോൾ തന്നെ ഏറ്റവും ചെറിയ പ്രായത്തിൽ മേയറായ ആളാണ്. അങ്ങനെ പ്രൊഫഷണലുകളെയും ബുദ്ധിജീവികളെയും യുവാക്കളെയും ഒക്കെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് CPM എന്ന കാര്യത്തിൽ സംശയമില്ല, കോൺഗ്രസിനോടൊപ്പം തന്നെ. പക്ഷേ അദ്ദേഹം തിരഞ്ഞെടുത്ത സമയം വളരെ മോശമായി പോയി. കാരണം അദ്ദേഹം ഓൾറെഡി ഒരു ഇലക്ഷനിൽ പരാജയപ്പെട്ടു, വീണ്ടും പാലക്കാട് പരാജയപ്പെട്ടു. അതൊരു ബൈ ഇലക്ഷനിൽ അദ്ദേഹം ഒരു സ്ഥാനാർത്ഥിയായി അവിടെ ചെന്നു. കാരണം CPM-നെ സംബന്ധിച്ച് അവിടെ അവർക്കൊരു സ്ഥാനാർത്ഥി ആവശ്യമായിരുന്നു. അപ്പോൾ അവരുടെ കയ്യിൽ ചെന്നകപ്പെട്ട ഒരു ബലിദാനിയുടെ അല്ലെങ്കിൽ ഒരു രക്തസാക്ഷിയുടെ മുഖമാണ് സരിനുള്ളത്. അദ്ദേഹം വളരെ അപക്വമായ തീരുമാനങ്ങൾ എടുത്തു, അപക്വമായ രാഷ്ട്രീയ നിലപാടുകളെടുത്തു. അതുമൂലം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവി നശിക്കുന്ന ഒരു രീതിയിലേക്ക് പോയി എന്നത് വലിയ യാഥാർത്ഥ്യമാണ്. പക്ഷേ സന്ദീപ് വാര്യർ വളരെ കണ്ണിങ് ആയിട്ട് ഒരു തീരുമാനമാണ് എടുത്തത്. കാരണം അദ്ദേഹത്തിന് അറിയാം BJP എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ നിലനിന്നാൽ തന്നെ അതിൽ കേരളത്തിലെ പാർലമെന്റിലേക്കുള്ള അദ്ദേഹത്തിന്റെ പാർലമെന്ററി വ്യാമോഹങ്ങൾ പൂവണിയുമോ എന്നത് വലിയ ചോദ്യമാണ്. കാരണം BJP എത്രത്തോളം പ്രകടനങ്ങൾ ലോക്സഭയിലൊക്കെ നടത്തിയാലും തദ്ദേശ സ്ഥാപനങ്ങൾ ഇലക്ഷൻ നടത്തിയാലും അത് നിയമസഭയിലേക്ക് പ്രതിഫലിക്കില്ല. അത് നിയമസഭയിൽ കൂടിപ്പോയാൽ അവർ വിജയിക്കുക നേമത്തോ അല്ലെങ്കിൽ അതുപോലെയുള്ള ചില സീറ്റുകൾ, ഒരു പക്ഷേ മഞ്ചേശ്വരത്തൊക്കെ ആയിരിക്കും. അത് തന്നെ അവരുടെ എക്സ്ട്രീമാണ്. ഏറ്റവും കൂടി പോയാൽ ആ സീറ്റുകൾ 2 സീറ്റുകളെ ജയിക്കൂ. അവിടെയൊന്നും സന്ദീപ് വാര്യർക്ക് സീറ്റ് കിട്ടാനും സാധ്യതയില്ല BJP-യിലായിരുന്നെങ്കിൽ. പക്ഷേ അദ്ദേഹം ഇപ്പോൾ കോൺഗ്രസ് വരുന്നത് കൂടി വിജയിക്കുവാൻ സാധ്യതയുള്ള ഒരു സീറ്റ് അദ്ദേഹത്തിന് ലഭിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. തൃശ്ശൂരായിരിക്കും തന്നെയും ചെയ്യും. അല്ലെങ്കിൽ തന്നെയും അദ്ദേഹത്തിന് വേറെ ഏത് സീറ്റ് കൊടുത്താലും വിജയിക്കുവാൻ പറ്റുന്ന ഒരു ഇമേജ് ജനങ്ങൾക്കിടയിൽ അദ്ദേഹം വളർത്തിയെടുത്തിട്ടുണ്ട് എന്നത് വലിയ യാഥാർത്ഥ്യമാണ്. ആ രീതിയിൽ അദ്ദേഹം രാഷ്ട്രീയ സ്വപ്നങ്ങൾ ലക്ഷ്യമാക്കി നീങ്ങുന്നതിൽ അദ്ദേഹം വിജയിച്ചിട്ടുണ്ട്. BJP-യിൽ നിന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹത്തിന് വിജയിക്കാൻ പറ്റുന്ന നിയമസഭാ സീറ്റുകൾ കിട്ടുക വളരെ പ്രയാസകരമായിരുന്നു. ആകെ 2 സീറ്റായിരിക്കും BJP-ക്ക് വിജയിക്കുക എന്ന രീതിയിൽ A ക്ലാസ് മണ്ഡലമായി പറയുക. ഒന്ന് നേമവും മറ്റൊന്ന് മഞ്ചേശ്വരം. പക്ഷേ ആ 2 സീറ്റുകളും ഒന്നുകിൽ സുരേന്ദ്രനോ അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖരോ ഒക്കെ കരസ്ഥമാക്കും. അവിടെ സാധ്യതയില്ലായിരുന്നു. പക്ഷേ കോൺഗ്രസിന്റെ ഭാഗമാകുന്നതോടുകൂടി അദ്ദേഹം വിജയിക്കുവാനുള്ള ഒരു സീറ്റിലേക്ക് നിർദ്ദേശിക്കപ്പെടും. മാത്രമല്ല അദ്ദേഹം ജനങ്ങൾ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ UDF-ന്റെ പ്രവർത്തകർ കൊണ്ടാടപ്പെടുന്ന അല്ലെങ്കിൽ ആഘോഷിക്കപ്പെടുന്ന ഒരു വ്യക്തിത്വമായി മാറുകയാണ് സരിൻ. ഉപേക്ഷിക്കപ്പെടുന്ന ഒരു വ്യക്തിത്വം. തൽക്കാലം ഈ വീഡിയോയുമായി ഇവിടെ വാങ്ങിയാണ്. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ പ്രാർത്ഥന ഉൾപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ജയ് ഹിന്ദ്.